അല്ല, ഞങ്ങൾ പറയുന്നത് ഉമർ ഫൈസി നടത്തിയിട്ടുള്ള പരാമർശം സമസ്തയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ബഹുമാനപ്പെട്ടവർ വഖഫ് ബോർഡിലെ പ്രതിനിധിയാകുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ചയാണ് ഞങ്ങൾ ബോധ്യപ്പെടുന്നത്. അത് പരസ്യമായിട്ട് ഒരു കളവ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട്. അത് സമസ്ത ക്ലിയർ ചെയ്യണം. അതുകൊണ്ട് സമസ്തയുടെ മുഷാവറ അതിൻ്റെ ക്ലിയർ വരുത്തട്ടെ എന്ന നിലക്കാണ് ഞങ്ങൾ മുഷാവറക്ക് മുമ്പാകെ പറയുന്നത്. CPM നടത്തിയിട്ടുള്ള ദുരാരോപണങ്ങൾക്ക് മറുപടി പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണ സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തുന്നത്. രണ്ടും രണ്ടായിട്ട് തന്നെ. അല്ലല്ല, ഇതിൽ രാഷ്ട്രീയ പാർട്ടി ഇടപെടുന്നില്ലല്ലോ. ഞങ്ങൾ തിരുത്തണമെന്ന് പറയുന്നത് ഞങ്ങളാണല്ലോ. സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഘടകങ്ങളുടെ നേതാക്കന്മാരാണ് സമസ്ത മുഷാവറയുടെ മുമ്പിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് പറയാനുള്ള റൈറ്റ് ഞങ്ങൾക്കുണ്ടല്ലോ. അത് പറയുന്നു, അത് സമസ്ത തീരുമാനമെടുക്കും. അത് ഉമർ ഫൈസിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട പൊതുയോഗം അല്ലല്ലോ. അത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടി CPMൻ്റെ പ്രോപ്പഗണ്ടക്ക് മറുപടി പറയാൻ വേണ്ടി കൂടിയാണ് ആ വിശദീകരണ സമ്മേളനം. അവിടെ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പങ്കെടുക്കുന്നത് കൊണ്ട് എന്താണ് അസാങ്കത്യം? സ്വാഭാവികമാണല്ലോ. അല്ലല്ല, CPM തെറ്റാണല്ലോ പ്രചരിപ്പിച്ചത്. ആ തെറ്റിനെ തിരുത്തി കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിക്കൊണ്ടും അതിൻ്റെ വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ബാധ്യതയുണ്ടല്ലോ. അദ്ദേഹം ഞങ്ങൾ വിളിക്കുന്ന ഒരു പരിപാടിയുടെ ഉദ്ഘാടകനായി ഞങ്ങൾ വിളിച്ചതാണ്. അദ്ദേഹം അതിൽ പങ്കെടുക്കുന്നു. മുസ്ലിം ലീഗ് സംഘടിപ്പിക്കുന്നതല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംഘടിപ്പിക്കുന്നതല്ല. സംഘാടക സമിതിയായി ഞങ്ങൾ നടത്തുന്ന ഒരു പരിപാടിയുടെ ഗസ്റ്റായി, ഒരു പ്രഭാഷകനായി അല്ലെങ്കിൽ ഉദ്ഘാടകനായി അദ്ദേഹം വരുന്നു. കോൺഗ്രസിൻ്റെ പ്രതിനിധി അതിൽ പങ്കെടുക്കും. ഇനി മറ്റു സംഘാടകർ സമിതി മറ്റന്നാൾ ചേരുകയാണ്. മറ്റുള്ളവരെ ഞങ്ങൾ ക്ഷണിക്കും. ഞങ്ങളുടെ ഒരു ഗസ്റ്റ് ആയിക്കൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്നു. അതിന് പരിഹാരം കാണേണ്ടത് സമസ്ത മുഷാവറയാണല്ലോ. മുഷാവറയുടെ മുമ്പാകെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷ, ഞങ്ങൾക്ക് പറയാവുന്ന അവസാന വാക്കും സമസ്ത മുഷാവറയിലാണ്. മുഷാവറ അതിൻ്റെ തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒരു നിരാശ ഞങ്ങൾ കാര്യത്തിലില്ല. സമസ്ത മൗനം പാലിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിൽക്കും. ഞങ്ങൾ സംസാരിച്ചോന്നോ? അല്ല, ഞങ്ങൾ സമസ്തയുടെ പ്രസിഡന്റിനും ഇൻചാർജ് ജനറൽ സെക്രട്ടറിക്കും ഇത് സംബന്ധമായിക്കൊണ്ട് നിവേദനം കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളതിനെ നടപടിയെ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിവേദനം കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ചുമതല. അത് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അത് അവർ പ്രതികരിക്കില്ലല്ലോ. മുഷാവറ ചേർന്നല്ല അവർ അതിന് മറുപടി നൽകും. മുഷാവറ ചേർന്ന് അവർ മറുപടി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് അല്ല, ഒരാളേക്കാൾ നല്ലത് ഒരാളെന്നല്ല. ഒരാൾ അതിന് ഫിറ്റാണോ എങ്കിൽ അദ്ദേഹം അത് പറയും. ഇനി മറ്റൊരാൾ അതിനേക്കാൾ ഫിറ്റ് ഞങ്ങൾ ക്ഷണിക്കും. ഒരാളേക്കാൾ മറ്റൊരാൾ എന്നത് ഒരു തുലനം ചെയ്ത് ആപേക്ഷികമായിക്കൊണ്ട് ഇതിന് മെറിറ്റ് കണക്കാക്കി വിധി പറയേണ്ട കാര്യമല്ല ഇത്. ഞങ്ങളിനി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അല്ലാതെ വിശദീകരിക്കാൻ പറ്റുന്ന ആൾ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെയും വിളിക്കും. അല്ലല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ വിഷയത്തിൽ നാളിതുവരെ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. ഞങ്ങളിതൊരു പക്ഷേ സാധ്യമാണെങ്കിൽ ഞങ്ങളതിൻ്റെ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഷംസുദ്ദീനെ വകുപ്പ് മന്ത്രി എന്നതിൽ അദ്ദേഹത്തെ ക്ഷണിക്കും. അതുപോലെ തന്നെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട വഖഫ് ബോർഡിൽ അംഗങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും ക്ഷണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഇതിലൊരു തുറന്ന സമീപനമാണ്. എല്ലാ ആളുകൾക്കും പങ്കെടുക്കാം, എല്ലാവരും വിശദീകരിക്കാം. അതിന് UDFൻ്റെ MLA നൗഷാദ് അലി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടല്ലോ, UDFൻ്റെ ഭാഗത്തോളം. അത് വിശദീകരിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. അത് വിശദീകരിക്കും. അതവർ തുറന്ന സമീപനത്തോടെ ഇതിനെ കാണുന്നത്. ഞങ്ങൾ സംഘാടക സമിതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇത് വിശദീകരിക്കാൻ വേണ്ടി ഒരു ഘടകം, ഒരു സംഘടന ഉണ്ടാക്കിയതാണ്. അതൊരു മുസ്ലിം ലീഗിൻ്റെയോ സമസ്തയുടെയോ അല്ലെങ്കിൽ SMFൻ്റെയോ CPMൻ്റെയോ ഒന്നും ബാനറിലല്ല. സംഘാടക സമിതി. സംഘാടക സമിതിയുടെ ചെയർമാന് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അതിൻ്റെ കൺവീനർ അബ്ദുസമദ് പൂക്കോട്ടൂർ. ഇല്ല, വിശദീകരിക്കാൻ വേണ്ടി ഈ സംഗതി വിശദീകരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സംഘാടക സമിതി രൂപീകരിക്കാൻ. അതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് സംബന്ധിച്ചുകൊണ്ടൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഒരു സംഘടനയുടെയും ലേബിളിലല്ല. അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഞങ്ങളിത് മനസ്സിലാക്കുന്നത് CPMൻ്റെ ചട്ടുകമായി അവരൊന്നും പ്രവർത്തിക്കാൻ പാടില്ല.
CPM രാഷ്ട്രീയ ഗെയിം ഇതിലൊക്കെ ഇറക്കും. CPM സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത്. കാരണം CPMന് തന്നെ അറിയാം ഹൈക്കോടതിയിൽ എന്താണ് CPM പറഞ്ഞത്. വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കഴിഞ്ഞ CPM ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഒരു ഭാഗത്ത് വിജ്ഞാപനം പുറപ്പെടുവിക്കുക, ആ വിജ്ഞാപനത്തിൽ പറയുക 2 ആളുകളുടെ ഒഴിവ് ഞങ്ങൾ നികത്തിക്കോളാം എന്ന് പറയുക. എന്നിട്ട് അത് ബോധ്യമായൊരു സംഗതിയെ സംബന്ധിച്ചിടത്തോളം അതിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു പണ്ഡിതനെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് തെറ്റ് പ്രചരിപ്പിക്കുക. ഇത് CPM നടത്തുന്ന ഒരു രാഷ്ട്രീയ ഗെയിമാണ്. അതിന് കൂട്ടുനിന്ന് കൊടുക്കാൻ നമ്മൾപ്പെട്ട ആളുകൾ തയ്യാറാവരുത്. അതിന് CPM അല്ല, ഏത് പാർട്ടി ആയാലും പരസ്പരം അങ്ങുമിങ്ങും അകലാൻ. ഇവിടെ ഏറ്റവും വലിയ വില്ലൻ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്റ്റാണിത്. ആ ആക്ടിനെ മറികടക്കേണ്ടത് വഖഫ് ബോർഡിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും, പ്രത്യേകിച്ച് മതേതരത്തെ കാക്കുന്ന എല്ലാവരുടെയും കടമയാണ്. അത് ചെയ്യാതെ ഒരർത്ഥത്തിൽ ഫാസിസ്റ്റ് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചിട്ടുള്ള മതേതരത്വത്തിൻ്റെ ഭിന്നിപ്പ്, സാമുദായിക ധ്രുവീകരണം, ഇതിന് അടിമയാകുന്നു അല്ലെങ്കിൽ വിധേയരാകുന്നു എന്ന് പറയേണ്ടി വരും. ഇത്തരം ചർച്ചകൾ മനഃപൂർവ്വം നിർമ്മിച്ചുണ്ടാക്കുന്നവരുടെ നിലപാടിനെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ.